നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ഞാൻ ഒരു അനുഭവ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇന്ത്യയിലെ കഥകളോ അല്ല പുരാണ കഥകളോ ആയിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. ഇന്ന് ഒരു ചേഞ്ചിനായിട്ട് നമുക്ക് അമേരിക്കയിൽ നിന്നുള്ള ഒരു അനുഭവ കഥ കേൾക്കാം. അമേരിക്കയിലെ ടെക്സാസിൽ സാമാന്യം തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള കഥയാണ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ വല്ലപ്പോഴും ഒരു വൃദ്ധനായ ഭിക്ഷക്കാരൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമായിരുന്നു. അദ്ദേഹം അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് തൻ്റെ കയ്യിലുള്ള ചില്ലിക്കാശുകൾ പെറുക്കി കൊടുത്തതിന് ശേഷം പോകുമായിരുന്നു. ചിലപ്പോഴൊക്കെ അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിൻ്റെ മുഴുവൻ പൈസയും കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ സാമാന്യം തിരക്കുള്ള ഒരു ദിവസം ഈ വൃദ്ധനായ ഭിക്ഷക്കാരൻ വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. അദ്ദേഹം വളരെ മോശമായ ഒരു തരം വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോഴേക്കും അവിടെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിരുന്നവരും അവിടുത്തെ ജോലിക്കാരും എല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. ഇദ്ദേഹം വന്ന് അവിടെയുള്ള ഒരു ടേബിളിൽ സ്ഥലം പിടിക്കുകയാണ്. അന്നേരം ആ ഹോട്ടലിലുള്ള ഒരു സാധാരണ വെയിട്രസ്സായ മരിയയായിരുന്നു ആ ടേബിളിൽ സെർവ് ചെയ്യാനുണ്ടായിരുന്നത്. അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒരു പുഞ്ചിരിയോടെ അങ്ങക്ക് ഇന്ന് എന്താണ് ഞാൻ സെർവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതിനുള്ളിൽ മരിയയെ ആ മാനേജർ വിളിക്കുകയാണ്. ആ റെസ്റ്റോറൻറ്റിലെ അപ്പോഴുണ്ടായിരുന്ന മാനേജർ വിളിക്കുകയാണ്. വിളിച്ചിട്ട് മരിയയോട് പറയുകയാണ്, ഇത്രയും തിരക്കുള്ളപ്പോഴാണോ ഇങ്ങനെ ഒരു ഭിക്ഷക്കാരന് ഭക്ഷണം സെർവ് ചെയ്യാൻ പോകുന്നത്? ഇനി അയാളെങ്ങാനും പൈസ തന്നില്ലെങ്കിൽ അത് നിൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യും എന്ന് പറയുകയാണ്. ആ മാനേജറെ ഒരു നിമിഷം നോക്കിയ ശേഷം മരിയ ഒരു പുഞ്ചിരിയോടെ തിരിച്ചു വന്ന് ആ വൃദ്ധനായ ഭിക്ഷക്കാരനോട് ഇങ്ങനെ പറയുകയാണ്, ഇന്ന് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് 10ാം വാർഷികമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചില കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങ് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ എന്ന് പറയുകയാണ്. വളരെ സന്തോഷത്തോടെ ഈ വൃദ്ധനായ ഭിക്ഷക്കാരൻ അദ്ദേഹത്തിൻ്റെ ഓർഡർ മരിയയ്ക്ക് കൊടുക്കുകയാണ്. മരിയ വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ ഫുഡ് ഐറ്റവും സെർവ് ചെയ്യുകയാണ്. അങ്ങനെ വളരെ സന്തോഷവാനായിട്ട് ഭക്ഷണം കഴിച്ച ശേഷം ആ ഭിക്ഷക്കാരൻ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതിന് മുൻപ് മരിയയെ നോക്കി പുഞ്ചിരിച്ച ശേഷം അദ്ദേഹം അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. മറ്റുള്ളവർക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മരിയ ആ ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരികയാണ്. ടേബിൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിയയ്ക്ക് ആ ടേബിളിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടുകയാണ്. ആ കുറിപ്പിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്: പ്രിയപ്പെട്ട മരിയ, നിങ്ങൾ എന്നെ വളരെ നന്നായി പരിപാലിച്ചു. ഞാൻ ശരിക്കും ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥനാണ്. നിങ്ങൾ പാവങ്ങളോട് എങ്ങനെ പെരുമാറും എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴായിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. നിൻ്റെ സർവീസിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇനി മുതൽ നീ ഈ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് എന്നുള്ള മെസ്സേജായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. ഇത് കണ്ട് മരിയയുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീര് വരികയാണ്. കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്? നമ്മൾ എങ്ങനെയാണ് പാവങ്ങളോട് പെരുമാറാറുള്ളത്? നമ്മുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമായിട്ടുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ അന്ന് അവിടെ മരിയയുടെ മുൻപിൽ വന്നത് ഓണറല്ല, സാക്ഷാൽ ഈശ്വരൻ തന്നെ ആയിരുന്നെങ്കിലോ? താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.